പാട്രിയറ്റ് പ്രതീക്ഷകളൊന്നും തെറ്റിച്ചില്ല. എല്ലാവരും നല്ല കിടില ആക്ടിങ്. പക്ഷെ പടം പൊട്ടും. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വൺ താരനിരകളാണ്. ഒന്ന് മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ഫാസിലിൻ്റെ ആക്ടിങ് അടിപൊളിയാണ് കേട്ടോ. ഫാസിൽ, പിന്നെ കുഞ്ചാക്കോ ബോബൻ, അത് കഴിഞ്ഞ് നമ്മുടെ നയൻതാര, ഇവരെല്ലാവരും ഉണ്ട്. ഒരു വൺ താരനിര തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ റോളിങ് അടിപൊളിയാണ്, സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്, എഡിറ്റിംഗ് അടിപൊളിയാണ്, മേക്കിംഗ് അടിപൊളിയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം നല്ല ഡീസൻ്റാണ്, എല്ലാം പക്കയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമുക്ക് നല്ല ലാഗ് ഫീൽ ചെയ്യും. കാരണം 3 മണിക്കൂറുണ്ട് സിനിമ. ഫസ്റ്റ് ഹാഫ് തന്നെ ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അതുകൊണ്ട് കുറേ ഭാഗങ്ങൾക്ക് നമുക്ക് നല്ല ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ ഏകദേശം യങ്സ്റ്റേഴ്സിനെല്ലാം മനസ്സിലാവും. പ്രായമുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കാനായിരിക്കും പാട്. അതായത് നമ്മളെ ഫോണിൽ നമുക്ക് എത്രത്തോളം പ്രൈവസി ഉണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, സിനിമയ്ക്ക് കാണാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കാണാൻ ഞാൻ നല്ല രീതിയിൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം പിന്നെ അങ്ങോട്ട് സിനിമ ഒറ്റയടിക്കും ഡൗൺ ആവുകയാണ്. ഈ സിനിമയിൽ മോഹൻലാൽ കുറച്ച് നേരമേ ഉള്ളൂ മമ്മൂട്ടി വെച്ച് കമ്പയർ ചെയ്യും. മമ്മൂട്ടിയാണ് ഓൾ ഇൻ ഓൾ. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ മമ്മൂട്ടിയുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അടിപൊളിയാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ സിനിമയുടെ സ്റ്റോറിയും സിനിമയുടെ ആ പോക്ക് അങ്ങോട്ട് ഒറ്റയടി അങ്ങോട്ട് ഇടിങ്ങി താഴോട്ട് പോയാലും നമുക്ക് പല രീതിയിലും ഫീൽ ചെയ്യും. ഈ സിനിമയിലുള്ള ഒരുപാട് ഫ്രെയിം വർക്കെല്ലാം അടിപൊളിയാണ്. പിന്നെ തിയേറ്ററിൽ ഇരുന്ന് കാണണമായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയും. കാരണം OTT വരുമ്പോൾ നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്തിരുന്ന് കാണത്തേ ഉള്ളൂ. ഇനി OTT കാണാൻ പ്ലാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്തായാലും കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു തീമിൽ ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾ ഇതിൽ കാരണം നല്ല രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് കാണുമ്പം നമ്മൾ ഈ ഒരു ഹോളിവുഡ് ടച്ചൊക്കെ ഫീൽ ചെയ്യും. ഹോളിവുഡ് ടച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ അല്ല, ആ ഒരു മേക്കിംഗ് നല്ല സ്ലോയിൽ നല്ല കാമായിട്ടാണ് ഈ സിനിമ പോകുന്നത്, ഒരു ക്ലാസിക് ലെവലിൽ. അപ്പോൾ ആ ഒരു ടച്ച് നമുക്ക് അതിൽ ഫീൽ ചെയ്യും അങ്ങനത്തെ സിനിമകളിൽ. അല്ലാതെ ബാക്കി വലിയ ഫൈറ്റ് പടമൊന്നും എടുത്ത് നോക്കില്ല. ഈ സിനിമയുടെ ഫൈറ്റൊന്നും അത്ര വലിയ ഗംഭീരമൊന്നുമല്ല. എന്നാൽ അവരെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, ആ ഒരു ഏജിലുള്ള ആൾ എങ്ങനെ ഫൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമയുള്ള ഫൈറ്റ് സീക്വൻസ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തു. ഓക്കെ മൂവി. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കളയും. ഫസ്റ്റ് ഹാഫ് ഹൈലി റെക്കമെൻഡഡ്. ഓക്കെ, ബൈ.